ഇവിടെ ഇന്ന് രാവിലെ കമ്മീഷൻ ഓഫീസ് മാർച്ച് ചെയ്തുകൊണ്ട് ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റുകളെ, ക്രമക്കേടുകളെ ന്യായീകരിക്കുന്നത് ഞാൻ ടെലിവിഷൻ ചാനലിൽ കണ്ടു. പ്രിയമുള്ളവരെ, ഞാനൊരു പുതിയ വിവരം നിങ്ങളോട് പറയുകയാണ്. ഇന്ന് കിട്ടിയ വിവരമാണ്. ഇവിടെ നാട്ടിക നിയമസഭാ മണ്ഡലത്തിലെ 69 നമ്പർ ബൂത്ത്, ആ ബൂത്തിൽ 17 വോട്ടുകൾ ഒരാളുടെ കെയർ ഓഫിൽ ചേർത്തിരിക്കുകയാണ്. അയാളുടെ പേര് അനിൽകുമാർ എന്നാണ്. അവിടുത്തെ BJPയുടെ നേതാവാണ്. ചെറുവത്തേരി എന്ന് പറയുന്ന സ്ഥലത്തെ BJPയുടെ നേതാവായിട്ടുള്ള അനിൽകുമാർ CV. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീജയും മകൻ അജിതുമാണുള്ളത്. പക്ഷേ ഏതാണ്ട് 17 വോട്ടുകൾ കൃത്യമായി ഞാൻ പറയാം. ക്രമ നമ്പർ 1432 പേര് അഭിനന്ദ്, കെയർ ഓഫ് അനിൽകുമാർ CV. ക്രമ നമ്പർ 1436 പേര് അതുൽ മാധവ്, കെയർ ഓഫ് അനിൽകുമാർ CV. ക്രമ നമ്പർ 1441 അഭിജിത് CG, കെയർ ഓഫ് അനിൽകുമാർ CV. നേതാ കൃഷ്ണ, കൃഷ്ണേന്ദു, ജയരാജൻ, ശ്രീലക്ഷ്മി, അശോകൻ, സുനിത, അഭിഷേക്, ജിഷ, അശ്വതി, അഭിനന്ദ്, സജീവ്, വിഷ്ണു പ്രസാദ്, ഇങ്ങനെ 17 പേരുകൾ BJPയുടെ ഒരു പ്രാദേശിക നേതാവിന്റെ കെയർ ഓഫിൽ BJP ഭരിക്കുന്ന അവണിശ്ശേരി പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 69 ചേർത്തിരിക്കുന്നു. ഞാൻ ശ്രീ സുരേന്ദ്രനോടും ഇവിടെ സംസാരിച്ച ശോഭാ സുരേന്ദ്രനോടും വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങളുടെ ജനാധിപത്യം? ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ട് കള്ളവോട്ടുകൾ ചേർത്തു എന്ന് പറയുന്നത് കേവലമായ ഒരു ആരോപണമല്ല, അതൊരു സത്യമാണ്. തൃശൂർ മണ്ഡലത്തിലെ കുറെ കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് സ്വാധീനമുള്ള ഒരു ബൂത്തിൽ ഈ 17 വോട്ട് മാത്രമല്ല, ഏതാണ്ട് 79 വോട്ടുകൾ കള്ളവോട്ട് ഇതേ ബൂത്തിൽ ചേർത്തിരിക്കുകയാണ്. ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യപരമായി മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എവിടേക്കോ ഉള്ള ആളുകളെ തെറ്റായ ക്രമനമ്പർ ചേർത്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ തള്ളിക്കയറ്റിയിരിക്കുന്നു. ഇതിന്റെ പേരാണോ ജനാധിപത്യം? ഇതിനെയാണോ ശ്രീ കെ സുരേന്ദ്രനും ശ്രീ ശോഭാ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ ന്യായീകരിക്കുന്നത്?